വിശ്വാസികൾ വരും. അവരെ തിരിച്ചറിയാൻ അകത്ത് ആര് വേണം? ക്രിസ്തു വേണം. ഇൻ ക്രൈസ്റ്റ്. അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ നെല്ലും പതിരും. അതിന് വചനം വായിക്കണം, ധ്യാനിക്കണം. നമുക്ക് കുറവുള്ള ഒരു കാര്യം അതാണ്. ബ്ലാ 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 ഒത്തിരി സംസാരമുണ്ട്, പക്ഷെ വചന ധ്യാനമില്ല. വേറിട്ടിരുന്ന് എന്ത് ചെയ്യണം? കർത്താവ് വേറിട്ട് മലയിലേക്ക്, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? വേറിട്ട് എന്ന് വെച്ചാൽ ശിഷ്യന്മാരുടെ അടുക്കുന്ന, ജനക്കൂട്ടത്തിന്റെ അടുക്കുന്ന വേറിട്ട് പോയെന്ന്. സ്തോത്രം. വചനം ധ്യാനിക്കാൻ എന്ത് ചെയ്യണം? അവൻ സ്തോത്രം ഫോണും അടുക്ക വെച്ച് അവൻ സ്തോത്രം അല്ലെങ്കിൽ അവരോടും കഥ പറഞ്ഞ് ഇവരോടും കഥ പറഞ്ഞല്ല, ഫോണൊക്കെ ദൂരെ വെച്ചിട്ട് അടുത്ത മുറി വെച്ചിട്ട് വേറിട്ട് പോയിരുന്നു വചനം വായിക്കണമെന്ന്, വചനം ധ്യാനിക്കണമെന്ന്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഒരു ദിവസത്തിൽ 1 മണിക്കൂറെങ്കിലും വേണ്ട, അരമണിക്കൂർ വേണ്ട, 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് ധ്യാനമുണ്ടോ? ഇല്ല. സ്തോത്രം. രാവിലെ സ്തോത്രം പ്രഭാത പ്രാർത്ഥനയ്ക്ക് അവൻ ബൈബിൾ എടുത്ത് തോളെ വയ്ക്കും. 48 സങ്കീർത്തനോട് വായിച്ചു. അവൻ സ്തോത്രം വീണ്ടും കൊണ്ട് അവിടെ വെച്ച് വൈകിട്ട് വീണ്ടും സന്ധ്യാഗത്തിനെടുത്തു. യെശയ്യാവ് 43 എടുത്തു, വീണ്ടും കൊണ്ടുവച്ച് പിന്നെ രാവിലെ ഇത് കൊണ്ടുവരും. സ്തോത്രം. പണ്ട് കല്ലുവെട്ടുകാരൻ അവൻ കല്ല് വെട്ടാൻ മഴുവെടുത്തോണ്ട് രാവിലെ പോകും. കല്ല് വെട്ടിയിട്ട് അവിടെ കൊണ്ടുവെക്കും. അവൻ പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യും? മഴുവെടുത്തോണ്ട് വീണ്ടും പോകും. ഇതായിപ്പോ സ്തോത്രം. ഇതില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ക്രൈസ്തവ ജീവിതത്തിൽ ഇതില്ലാതെ പറ്റുമോ? വചനമില്ലാതെ പറ്റുമോ? അടിസ്ഥാനം മറിഞ്ഞു പോയാൽ ഇതാ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം. ഇത് കൃപയാണ്. ഇത് ഹൃദയത്തിനകത്ത് ഉള്ളതുകൊണ്ടാണ്. എല്ലാം ഒന്നും അറിയില്ല. ഒരു വാക്യം തന്നെ കാണാതെ പഠിച്ച് വളരെ കഷ്ടപ്പെട്ട ഓർമ്മ, മദ്യവും മയക്കുമരുന്നും കഴിച്ച് ഓർമ്മശക്തി നഷ്ടപ്പെട്ടു പോയി ഞാൻ വളരെ കരഞ്ഞിട്ടുണ്ട്. ഒരുപാട് നെഞ്ചത്ത് ഈ പുസ്തകം വെച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നാ ഇത് പഠിക്കുന്നത്? അല്ലേലിയ. വേണ്ട, ഇതൊക്കെ പഠിക്കാത്തോണ്ട് വായുപോളന്നുകൊണ്ടിരിക്കുന്നത്. അല്ലേലിയ. ബന്ധക്കോസിനകത്ത് എന്റെ ബന്ധക്കോസിനെ പോലെ ക്രിസ്ത്യാനിറ്റി ജനിച്ചതാ ഉറക്കം തൂങ്ങിയിരിക്കുന്നത്. കാരണം എന്താണെന്നറിയോ? ഇതിന്റെ മഹത്വം അറിയില്ല. പഠിപ്പിച്ചില്ല. അതുകൊണ്ട് എവിടെ ഇരുന്നാലും വായുപോളന്നിരിക്കും. എട്ടത്തിമാര് 2-3 ഉണ്ട്. അവൻ വചനത്തിന്റെ മഹത്വം അറിയില്ല. ബന്ധക്കോസിനെ പറ്റി ഗുരുത്തത ഗുണമുണ്ടോ? ഇല്ല. എന്താ ഗുണമില്ലാത്തത്? വചനം ആധാരമാക്കിയില്ല. പകരം ആരെ ഉയർത്തി? എല്ലായിടത്തും കെട്ടും ബന്ധനവും ഭൂതമാണെന്ന് പറഞ്ഞ് ഭൂതത്തിനെ ശാസിച്ചുകൊണ്ട് നടന്നു. അവൻ വചനം അകത്തു കയറിയില്ല. വചനം അകത്തു ക്രിയ ചെയ്യാതെ ക്രൈസ്തവ ജീവിതത്തിൽ നിലനിൽക്കാൻ കഴിയുമോ മക്കളെ? നോ. അതുകൊണ്ട് ദൈവവചനം ആധാരമാക്കിക്കോണം. ദൈവവചനത്തെ അടിസ്ഥാനമാക്കിക്കോണം. ദൈവവചനമെന്ന സ്തോത്രം മായമില്ലാത്ത പാൽ കുടിക്കാൻ വാഞ്ചിച്ചോണം. ആമേൻ. ഹൃദയത്തിനകത്ത് വാഞ്ചിച്ചുകൊണ്ടാണ്. അയ്യോ, എനിക്കിത് കുടിക്കണം, ഇത് കുടിച്ചില്ലേ എന്റെ വിശപ്പ് മാറുന്നില്ല. ലോകത്തിലുള്ള പാലുകളെല്ലാം മായമില്ലാത്തൊരു പാലുണ്ടെങ്കിൽ അത് ദൈവവചനമാ. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഞാൻ അവൻ കുടിക്കാൻ തരുന്ന ജലം കുടിക്കുന്നവൻ ഒരു നാളും. സ്തോത്രം. അപ്പോ അതേതാ ആ ജലമേതാ? ഇതല്ലേ ഈ വചനം എന്ന മായമില്ലാത്ത പാലല്ലയോ? ഇത് കുടിക്കാൻ വാഞ്ചിക്കണം. ഇതൊന്ന് ആഗ്രഹിക്കണം, വായിക്കാൻ. ഇത് ആഗ്രഹിക്കുക. ഇത് നമ്മുടെ അടുക്കലേക്ക് എടുത്ത് എന്ത് ചെയ്യും? എത്തും. സ്തോത്രം. വചനം നമ്മുടെ അടുക്കലേക്ക് എത്തുന്നു. ഇത് നമ്മുടെ അടുക്കലേക്ക് എത്തുന്നു. നമ്മൾ അങ്ങോട്ട് പോകണ്ട. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തുന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നമ്മൾ ഇതൊന്ന് ആഗ്രഹിച്ചാൽ, ഇത് പഠിക്കാൻ, ധ്യാനിക്കാൻ, വായിക്കാൻ ഒന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ അടുക്കലേക്ക് ഇത് ചലിക്കുന്നതാണ്. ഈ പുസ്തകത്തെ ചലിക്കുന്നതാണ്. തീർന്നില്ല. 2 ദൂതുണ്ട് ഇതിനകത്ത്. ഇത് ചലിക്കുന്നതും ചലിപ്പിക്കുന്നതുമാണ്. ഇത് ചലിക്കുന്നതുമാണ്, ഇത് ചലിപ്പിക്കുന്നതുമാണ്. സ്തോത്രം. ആമേൻ. ഇത് ചലിക്കുന്നതും ചലിപ്പിക്കുന്നതാണ്. ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ ചലിക്കുന്നതല്ല, പ്രാണികളും എന്ന ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ കർത്താവിന്റെ പുസ്തകം വായിച്ചെങ്കിലേ. അതുകൊണ്ട് ദൈവവചനം എന്ത് ചെയ്തോണം? വായിച്ചു ധ്യാനിച്ച് ക്രിസ്തുവിന്റെ വരവിനായി ഒരുങ്ങിക്കൊള്ളണം. കർത്താവിന്റെ വചനമാണ് സ്ഥാനം. ഇന്ന് ഈ പുറക്കാലം നമുക്ക് കർത്താവിന്റെ വചനം ധ്യാനിച്ച് കിട്ടിയ ആ മർമ്മം ഹൃദയത്തിനകത്തോട് ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം പ്രാർത്ഥനയ്ക്കായി. അല്ലെങ്കിൽ ദൈവവചനം